ഒന്ന് ശരിക്കും പറഞ്ഞു നോണ പറയാത്ത കുട്ടിയുടെ മത്സരങ്ങള് ഞങ്ങളൊരു അഭ്യാസം നടത്തുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ ആം ശ്രീതു പ്രബിൻ. ദിസ് ഇസ് മാൽസ പ്രബിൻ, മൈ ഡോട്ടർ. ഇന്ന് മത്സരമോള് സ്കൂൾ വിട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു, അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞു, അമ്മ കോമ്പസ് വേണം. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കോമ്പസ് വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി മേടിക്കാന്ന് പറഞ്ഞു. ഇന്നലെ കേട്ടാ. ഇന്ന് സ്കൂൾ വിട്ട് വന്ന വഴിക്ക് ആള് പറയുന്നു കോമ്പസ് അല്ല, എനിക്ക് ജോമെട്രി ബോക്സ് വേണം. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നാളെ എന്തായാലും ജോമെട്രി ബോക്സ് കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടാ ടീച്ചർ. കോമ്പസ് എന്നാ പറഞ്ഞിട്ടല്ലോ. ഇവിടെ വന്നിട്ട് ഇന്ന് വന്നിട്ട് പറഞ്ഞത് എനിക്ക് എന്തായാലും ജോമെട്രി ബോക്സ് വേണം. ശരി, പക്ഷെ എന്നോട് പറഞ്ഞ ടീച്ചർ പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് ജോമെട്രി ബോക്സ് വേണം. അപ്പൊ ഇപ്പൊ സത്യം മനസ്സിലായി. ഓക്കെ, എന്നിട്ട് ഞാൻ കടയിൽ പോയപ്പോ ജോമെട്രി ബോക്സ് മേടിച്ചു. അപ്പൊ കുട്ടിക്ക് അറിയില്ലേ എന്താണ് ജോമെട്രി ബോക്സ്, എങ്ങനെയാണെന്നൊന്നും അറിയില്ലേ സംഭവം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കുട്ടി ആദ്യമായിട്ടാണ് ഇത് കാണാൻ പോണത്, അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുത്ത് വെക്കാം. കുട്ടി വലുതാകുമ്പോ കാണുമ്പോ കുട്ടിക്ക് എന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ പഠിക്കണം, എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ക്യാമൽ മാത്രമാണ് ജോമെട്രി ബോക്സ്. എന്റെ വിചാരം ഇതിന്റെ പേര് ക്യാമൽ ബോക്സ് എന്നാണ്. പിന്നെ വലുതായപ്പോഴാണ് മനസ്സിലായത് അതൊരു ബ്രാൻഡാന്നുള്ളത്. പിന്നെ എന്റെ വെല്ലിഷൻ, ഭാസ്കർ വെല്ലിഷൻ ഗൾഫിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരാറുണ്ട് നല്ല ചില്ലിന്റെ ജോമെട്രി ബോക്സ്. അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പക്ഷെ അത് ഇവിടെ എനിക്കറിയില്ല, കിട്ടുന്നത് അറിയില്ല. ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ ഞങ്ങളുടെ ക്യാമലും കണ്ട് കുറെ ബ്രാൻഡ്സ് കണ്ടു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിയിട്ടത്. ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ആദ്യമായിട്ടാണ് മഹൽസക്കുട്ടി ജോമെട്രി ബോക്സ് കാണാൻ പോണത്. അതിന്റെ ഫുൾ എക്സൈറ്റ്മെന്റ് ആൾക്കുണ്ട്. ഇത് തുറന്ന ആൾ കണ്ടിട്ടില്ല ഇതിൽ എന്തൊക്കെയുള്ളതെന്ന്. അപ്പൊ മത്സമോളെ ഞാൻ ജസ്റ്റ് ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് വായിക്കാം. മോനത് എന്തൊക്കെയാണ് ഇത് ഉള്ളിൽ തുറന്നിട്ട് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഡോൺസിന്റെ ജോമെട്രിക് ബോക്സിലുള്ളത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പസ്, ഡിവൈഡർ, സെറ്റ് സ്ക്വയർ 45 ഡിഗ്രി, സെറ്റ് സ്ക്വയർ 60 ഡിഗ്രി, പ്രൊട്രാക്ടർ 180 ഡിഗ്രി, സ്കെയിൽ 15 സെന്റിമീറ്റർ, പെൻസിൽ, ഇറേസർ, പെൻസിൽ ഷാർപ്പനർ. ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഇതിപ്പോ മത്സരങ്ങൾ തുറന്ന് ഇതൊക്കെ കാണാൻ പോവാട്ടാ. അത് കഴിഞ്ഞിട്ട് ഇത് തുറന്നിട്ട് ആൾക്ക് അത് എന്താണ് ഈ പേര് എഴുതിയിട്ടുള്ള എന്താന്ന് ഓരോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ എക്സൈറ്റഡാ. ഓപ്പൺ ചെയ്യാം. സലോട്ടെ പൊട്ടിച്ചിണ്ടാ? എനിക്കും ചെറുപ്പത്തിൽ ഇത് ആദ്യമായിട്ട് കിട്ടിയപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാണാൻ നല്ല ഭംഗിയല്ലേ. ഉപയോഗം ഒന്നും അറിയില്ല. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ എന്താ ചെയ്തെന്നറിയോ? ക്യാമൽ ബോക്സിന്റെ തുറന്നിട്ടുള്ള ആ ഒരു ഡോറിന്റെ പോർഷനില് അതിൽ ഞങ്ങൾ പൊട്ട് കളക്ഷൻ പൊട്ടൊട്ടിച്ച് വെക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുതിട്ടാ. ഒരു സമയത്ത് ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ട്രെൻഡായിരുന്നു അത്, പൊട്ട് കളക്ഷൻ. തുറന്നേരാമ്മ. ഞാൻ ആദ്യമായിട്ട് ജോമെട്രി ബോക്സ് ഉള്ളിൽ കാണാൻ പോവാ. ജോമെട്രി ബോക്സിന്റെ പുറത്ത് കണ്ടിട്ടുണ്ട്, അത് ക്യാമലിന്റെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് ഉള്ളിൽ കാണാൻ പോവാ. തുറക്കാൻ നോക്കി. അയ്യോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ല. അമ്മയെല്ലാം പറഞ്ഞ പേൻ ഉണ്ടാവില്ല. എനിക്കറിയണ്ടായിരുന്നില്ല ഇതില്. ഞാനൊന്നും പഠിക്കുമ്പോ പേനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലൊരു പെന്നുണ്ട്. ഓക്കെ, പിന്നെ ബ്ലാക്ക് കളറിൽ ഞാൻ ഓരോന്ന് പേര് പറയാം. മത്സരങ്ങൾക്ക് അത് ഏതാന്ന് സെലക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കോമ്പസ്, കോമ്പസ് ഇത് കോമ്പസ്. ഇത് വെരി ഗുഡ് ഗേൾ. ഇനി അടുത്തത് ഡിവൈഡർ. ഇത് അല്ലേ? ഇതല്ലേ? ഇതല്ലേ? യെസ്, വെരി ഗുഡ് ഗേൾ. എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടാ, പേരൊന്നും അറിയില്ല. ഇനി അടുത്തത് സെറ്റ് സ്ക്വയർ 45 ഡിഗ്രി. ഇതാണോ? ആയിരിക്കണം. എനിക്കിതിന്റെ പേരറിയില്ല, സത്യമായിട്ട് അറിയില്ല. ഇനി അടുത്തത് സെറ്റ് സ്ക്വയർ 60 ഡിഗ്രി. ഇത് ആയിരിക്കും. വെരി ഗുഡ് ഗേൾ. മത്സരക്കുട്ടിയുടെ കൂടെ ഞാനും പഠിക്കട്ടെ. എനിക്ക് കുറെ കാര്യങ്ങൾ മത്സരക്കുട്ടിയുടെ കൂടെ പഠിക്കാനുണ്ട്. പ്രൊട്രാക്ടർ, പ്രൊട്രാക്ടർ ഇതാണ്. അതെനിക്കറിയാം. മട്ടകോൺ. യെസ്, അതെനിക്കറിയാം. പിന്നെ സ്കെയിൽ 15 സെന്റിമീറ്റർ. അതെനിക്കറിയില്ല. ഇതെന്താന്നറിയോ ആർക്കെങ്കിലും? ഇങ്ങനത്തെ ഒരു സംഭവം ഇതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതെന്താന്നറിയണം? ഒരു കമന്റ് ബിലോ. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. സ്കെയിൽ. വെരി ഗുഡ് ഗേൾ. എന്തോന്ന് ചാടിപ്പോയിണ്ട്. അമ്മ ഇതിലൊക്കെ സ്കെച്ച് കിട്ടിയവാ. ഇനി അടുത്തത് പെൻസിൽ. പെൻസിലാണ് ഇപ്പൊ ചാടിപ്പോയത്. പെൻസിൽ നല്ല സ്റ്റാൻഡേർഡ് പെൻസിൽ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇറേസർ ഒക്കെ ബ്ലാക്ക് മയം.
പിന്നെ പെൻസിൽ ഷാർപ്പനർ. ഈ 9 ഐറ്റംസ് ആയിട്ട് ഇതിൽ എഴുതിയേക്കണം. ഇതിൽ എഴുതാത്തൊരു സംഭവം ഉണ്ട്, പെൻ. ഈ പെന്നും കൂടി ഇതിലുണ്ട്. ഇതുണ്ട്. അതെന്താ? ഇത് പെൻ സ്കെച്ച്. പെന്നും ഉണ്ട്, സ്കെച്ചും ഉണ്ട്. അത് ഇതിൽ എഴുതിയിട്ടില്ല കേട്ടാ. അമ്പോ കൊള്ളാട്ടാ. എനിക്കറിയില്ല അതെന്താന്ന്. താക്കോല ലോക്ക് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ആദ്യമായിട്ട് ജോമെട്രി ബോക്സ് കണ്ട കുട്ടി. നെല്ല് അല്ല എന്താ പറയില്ലേ, എലിപ്പും അതുപോലെ. ഇനി ഇതൊക്കെ ഉപയോഗിക്കാറിയോ? ആകെ കൂടി കോമ്പസ് ഉപയോഗിക്കാൻ ഇപ്പൊ വേണ്ടോട്ടോ. അതിനാണ് എന്നെ കൊണ്ട് ഈ ജോമെട്രി ബോക്സ് മേടിപ്പിച്ചത് ആള്. കോമ്പസിന്റെ ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് ഭയങ്കര ഷോ ആയിരുന്നു. ടീച്ചർ ഇന്ന് തന്നെ ജോമെട്രി ബോക്സ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതാണ്. അല്ലാതെ ഞാൻ കോമ്പസ് എന്താണ് ഇന്ന് സ്കൂളിൽ വിട്ട് വന്നിട്ട് എന്നിട്ട് പറഞ്ഞത്? കോമ്പസ്. ഒന്ന് ശരിക്കും പറഞ്ഞു, നോണ പറയാത്ത കുട്ടിയായിട്ട് മത്സവങ്ങള്. എന്താ പറഞ്ഞത് സ്കൂളിൽ വിട്ട് വന്നിട്ട്? മറ്റേ ജോമെട്രി. ഇത് കോമ്പസ് വെച്ചിട്ട് വരയ്ക്കറിയോ? വരയ്ക്കറിയാം. എങ്ങനെയാ? കാണിച്ചു തരാം. പേപ്പർ തരോ? എന്റെ ബുക്കാട്ടത്. ഇത് ഇങ്ങനെ ആദ്യം ഇങ്ങനെ എടുക്കണം, വേണ്ടത്ര ഇതില്. എന്നിട്ട് നമ്മുടെ പെൻസിലോടെ പെൻസിൽ വീണ്ടും നിലത്തേക്കിട്ടാ? ഇല്ല, ബ്ലാക്ക് ആയാണ് ചില സമയത്തൊന്നും കാണില്ല. എന്നിട്ട് നമ്മൾ ഇതെടുത്ത് ഇങ്ങനെ വെക്കാം. ആദ്യം ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ഇത് രണ്ടും ഒരേ അളവിന് വെക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ അളവ് പറഞ്ഞിട്ട് എത്രയാണോ പറഞ്ഞ ആ അളവ് എടുക്കുക. എന്നിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇവിടുന്ന് മൂവ് ചെയ്യരുത്, ഇത് ഇവിടുന്ന് അനങ്ങരുത്. 2 കൈ കൊണ്ടൊന്നല്ല, ഒറ്റ കൈ കൊണ്ട് വരച്ചാൽ മതി. എവിടെ തെളിയില്ല ടൈം അത്ര അനങ്ങളിലാരെ പെൻസിൽ പുസ്തകത്തിൽ കൊള്ളും. നോക്ക് മഹൽസക്കുട്ടി ആദ്യമായിട്ട് ഈ കോമ്പസ് വെച്ചിട്ട് ഉപയോഗിച്ച വരച്ച വട്ടം എങ്ങനെയാടാ മുത്തേ? നമ്മ കാണിച്ചുതരാം, ഒരു മിനിറ്റ് നമ്മ കാണിച്ചുതരാം. അതായത് ഇതിങ്ങനെ വെക്കുക. പെൻസിലിൽ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കണ്ടേ, ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് ഇവിടെ നനങ്ങരുത്. എന്നിട്ട് ഇത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വരയ്ക്കും. ഈ പെൻസിലിൽ കോൺസെൻട്രേഷൻ കൊടുക്കണ്ട, കാരണം പെൻസിൽ ഓട്ടോമാറ്റിക് അത് മൂവ് ആവും. ഇതില് കണ്ട, ഇതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സെന്ററിൽ ഒരു കുത്ത് വരും, കീറും. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഇതുകൊണ്ട് ഞങ്ങളൊരു അഭ്യാസം നടത്തട്ടെ.